17 വർഷം നീ ചെരുപ്പിട്ടില്ലെങ്കിൽ കുഞ്ഞ് ഇന്ന് പറയും നിനക്ക് പുതിയ ചെരുപ്പുണ്ട്. ഈ പാപത്തിന്റെ പട്ടികയിൽ നീ കുട്ടിക്ക് വെല്ലമാണ്, നിനക്ക് പുതിയ ഉടുപ്പ്. ഞാൻ പറഞ്ഞതായി പുതിയ വസ്ത്രത്തിന്റെ അളവൊക്കെ അതിന്റെ വിഷയമല്ല, എന്തുവായിക്കൊള്ളട്ടെ. അപ്പനായാലും പുതിയ ഉടുപ്പ് കൊടുക്കും, പിന്നെ പുതിയ ഉടുപ്പ് കൊടുക്കും, കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ്, പലരും തിരുമലക്ക് ഒരു കാളക്കുട്ടി അറക്കപ്പെട്ടു. സ്തോത്രം. ഇതിന്റെ ആഘോഷം ഇതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. വീട്ടിനകത്ത് ഒരു കാളക്കുട്ടി അറക്കപ്പെട്ടു. നമ്മുടെ ചോദിക്കുന്ന സന്തോഷം ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സന്തോഷം ഇന്ന് പകർത്താൻ അനുഭവിക്കുന്നത്. സ്തോത്രമല്ല ആൺമീൻ നാം ദൈവമക്കളിൽ വിളിക്കപ്പെടുക. പിതാവ് എത്ര വലിയ സ്നേഹം, ഇന്ന് വലിയ ഒരു സ്നേഹം അളക്കാൻ പറ്റും. ഓടി വരുന്ന സ്നേഹം, ആലിംഗനം ചെയ്യുന്ന സ്നേഹം, ദൂരത്തുനിന്ന് കാണുന്ന സ്നേഹം, മനസ്സറിയുന്ന സ്നേഹം, മണിക്കൂർ പറയാനുണ്ട് ഇങ്ങനെ. അപ്പൊ ഇതാണ് ദൈവസ്നേഹത്തിന്റെ, ഇതാണ് പിതാവെന്ന് പറയുന്നത്. അപ്പം പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന വ്യക്തി ഈ അകൽച്ച മാറ്റണം. പന്നിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്ന് 100 വർഷം പറഞ്ഞാലും നിന്റെ കാലിൽ നീ ഒരു ചെരുപ്പ് പോലും വരത്തില്ല, നിന്റെ തലയിൽ ഒരു പിടി എണ്ണ പോലും തേക്കത്തില്ല. പറയുന്ന പെയിൻ വാക്കാം, പക്ഷെ പറയേണ്ടത് അപ്പന്റെ മുമ്പിലാണ്. ഇതാ ഞാൻ ഈ പറഞ്ഞത് പുതുപുത്രബന്ധം. നാം പ്രാർത്ഥിക്കുമ്പോൾ പൃഥുസന്നിധിയിൽ വേണം നിൽക്കുവാൻ. അകലം കുറയ്ക്കണം. പിതാവുമാണ് അകലം കൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമോ എന്നെ വിട്ട് ദൂരത്തായിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു കിട്ടി മനുഷ്യൻ ഭാഗ്യവാൻ. അതേപോലെ നിർത്തുക. യഹോവയുടെ കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കകത്ത് ദൈവം എന്റെ പിതാവാണ്. നമുക്കിന്ന് പോലെ കണ്ണുടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. സ്വർഗത്തിനാണ് ഞങ്ങളുടെ പിതാവ്. അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ. അതിന്റെ അർത്ഥം ഇതാണ്, പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നഷ്ടപ്പെട്ട ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുക്കണം. മുട്ടിന്മേലിരിക്കുന്ന ഭക്തൻ പറയുന്ന വാക്കുകളേക്കാൾ ആത്മീയ സ്വർഗീയ ബന്ധത്തിന് വില കൽപ്പിക്കണം. ദൈവം എന്റെ പിതാവാണെന്ന ബോധ്യത്തോടല്ലാതെ, എന്റെ ആവശ്യം സാധിച്ചു തരുന്ന ഒരു മാനേജറല്ല, സൂപ്പർവൈസറല്ല, എനിക്ക് പണം തരുന്ന ഒരു ബാങ്കറല്ല, ലോൺ തരുന്ന ഒരു കമ്പനിയല്ല എന്റെ ദൈവം. എന്റെ പിതാവാണ്, എന്റെ സ്വന്തം പിതാവാണ്. പ്രാർത്ഥനയിൽ മുടങ്ങേണ്ടത് ആദ്യത്തെ പദം ഇതാ, എന്റെ ദൈവം എന്റെ പിതാവ്. ദൈവം എന്റെ പിതാവ്. മരണത്താൽ മറയാത്ത മകസ്നേഹപ്രഭ ബന്ധമാണ് ഇത് യുഗകാലം വരെ. ഉലകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്ത് തിരികിടം ചെയ്യുവാനും നിർത്തി ആ ദൈവസ്നേഹത്തിനായ സ്തോത്രം. എല്ലാം മാറിപ്പോയാലും മാറാത്ത ദൈവസ്നേഹം, ഓടി വരുന്ന ആലിംഗനം ചെയ്യുന്ന, കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ദൈവസ്നേഹം എല്ലാവരും സമർപ്പിക്കാം. ഇത് പരിശുദ്ധാത്മാവിടെ വ്യാപരിക്കണം. ആരാധനയുടെ മകത്ത് ജന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥന അനുഗ്രഹത്തിനായി സഹോദരന്മാരാണ് സഹോദരന്മാരാണ് ചുരുക്കന്മാരെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. Even though we go through death and pain and agony, we still want to come back to God and want to worship Him because He's a good God, He's a faithful God. That's what we see. Even though we went through a lot of things as a church past last week, we want to still worship Him and give Him all the glory. We don't stop worship when we come to with a hindrance or death, because we know, we tasted it, like Pastor said yesterday, today, that we tasted it, so it brings us back to the worship where we are. And also today's psalm reading 143 verse 8 says, cause me to know the way I should walk. You know, if you are in the right way, there is nothing can hinder you. You are on your way to the heaven. So I really thank and praise God for this morning. And even though I was having a lot of weakness, or in my life there is a lot of imperfection, but God still want to use, and He is holding in my hand, and He told me that I died for you and I have given you my love for you. There is nothing can replace that love that God has given us. There are certain loves that parents love is their brothers, sisters, in-laws, outlaws. There are many love in our life that comes and goes, but nothing can replace the God's love, because He has given His life on the Calvary. So this love comes, like we are so much encouraged to love Him back and to walk in His ways. And I found that His faithfulness was there when I was a child, and He carried me through. Still He is faithful in my life. And always this New Year, in this past 1 year, God has been speaking to me that why certain things are not happening. I asked a lot of questions. Even though we are praying, there is a space between our prayer and the answer, and there is a lot of things going on. Why we are not getting completely healed, or there was many questions in my life. And
I thought there is more to this Pentecost, and God told me that, where are you today? We need to each one of us ask, where are we today in our place? We are in school, we are in pulpits, we are in the audience, in the pews. I feel that place is the most comfortable place in the church. Hallelujah. To sit in the pew. And he asked me, where are you? And I started an introspection. Where am I in God's presence? It doesn't matter where you were yesterday. Maybe you were anointing and full of flowing in anointing. But today where you are, it matters to God. Every moment in your life, you should think about the moment you are living in. That matters to God. Every moment is matter to God. So as this thing, and we were thinking, was so much sin and we are not able to recognize the sin in our life. So as I thought, God told me that when John the Baptist was preaching in Matthew chapter 3 verse 2, he said, repent, and because kingdom of heaven is at hand. And when Jesus started preaching in Matthew 4:17, he said, repent because the kingdom of God is at hand. So everyone in the Bible started preaching, and they said, repent and see the kingdom of God is coming. But how much repentance that we have in our life. When Jesus resurrected and came, he said, you should repentance and remission of sins. We should preach every day in our life. That means it's so important to Jesus that we repent. It's not when we come to the first time to the salvation, you accept Jesus Christ, you repent of your sin. After that, what happens? Daily, what happens? Is there repentance in our lives? And it also says, Peter preached that repent and be baptized. And also in Revelation 2, verse 4 and 5, can one of you read? Revelation chapter 2, verse